ഹായ് ക്രിയേറ്റേഴ്സ്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഞങ്ങൾ യൂട്യൂബിൽ ഷോർട്സ് മാത്രം ചെയ്താൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആകുമ്പോൾ അതുപോലെ ഞങ്ങൾക്ക് വരുമാനം നേടാൻ, നല്ല രീതിയിൽ വരുമാനം നേടാൻ കഴിയുമോ എന്നുള്ളത്. ഇങ്ങനെ ചോദിക്കാൻ പല കാരണങ്ങളുണ്ട്. അതായത് നമുക്കറിയാം, ഷോർട്സ് ചെയ്യുമ്പോൾ നല്ല വ്യൂസ് കിട്ടും. ചാനൽ തുടങ്ങിയ സമയത്താണെങ്കിൽ യൂട്യൂബിന്റെ വക ഒരു ബൂസ്റ്റിംഗ് കിട്ടുന്ന പോലെ നമുക്ക് തോന്നും. ഷോർട്സ് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല വ്യൂസ് വരുന്നു, പക്ഷെ നമ്മൾ ലോങ് വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു വ്യൂസ് കിട്ടുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ന്യൂ യൂട്യൂബർക്ക് ഒരു ചടപ്പ് വരും. നമുക്ക് ഷോർട്സ് മാത്രം ചെയ്താൽ മതി. അതായത് ഒന്ന് നല്ല വ്യൂസ് വരുന്ന, പിന്നെയോ നമുക്ക് ഷോർട്സ് വളരെ ഈസി ആയിട്ട് ചെയ്യാം. 10 സെക്കൻഡ് 20 സെക്കൻഡ് ഒക്കെ എടുത്താൽ മതി. ലോങ് വീഡിയോ ആകുമ്പോൾ നമുക്ക് ഒരുപാട് മിനിറ്റ് ഇരുന്ന് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഷോർട്സ് പെട്ടെന്ന് ചെയ്യാം. അങ്ങനെയെങ്കിൽ ഷോർട്സിൽ നിന്ന് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പൊ അതുപോലെ മോണിറ്റൈസേഷൻ ആകുമെന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടണം എന്നാണ് പലരും പറയുന്നത്. എന്നാൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഈ യൂട്യൂബേഴ്സ് പലരും ഈ ഒരു കാര്യം മനസ്സിലാക്കാതെയാണ് ഷോർട്സ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് 10 മില്യൺ ഷോർട്സ് വ്യൂസ് ഒക്കെ വരും, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അതിൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ. അപ്പൊ ഇവിടെ ചോദ്യം എന്താണ്? ഷോർട്സ് മാത്രം ചെയ്താൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാൻ കഴിയുമോ? അതിനുള്ള ആൻസർ സിമ്പിൾ ആയിട്ട് കഴിയും. രണ്ടാമത്, വരുമാനം നേടാൻ കഴിയുമോ? നല്ല രീതിയിൽ വരുമാനം നേടാൻ കഴിയുമോ? തീർച്ചയായിട്ടും നല്ല രീതിയിൽ വരുമാനം നേടാനും കഴിയും. ഇനി ഇതിലെ മറുവശമാണ് നമ്മൾ ആലോചിക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാച്ച് ടൈമിനെ കുറിച്ചിട്ടും. വാച്ച് ടൈം 4000 വാച്ച് ടൈം, അതിലെ കുറച്ച് കണക്കുകളും കാര്യങ്ങളും എക്സാമ്പിൾസ് ആയിട്ട്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അത് കാണുക. യൂട്യൂബിലെ ഒരു ക്രൈറ്റീരിയ 4000 മണിക്കൂർ വാച്ച് ടൈം നമുക്ക് ആയി കഴിഞ്ഞാൽ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാം. അത് ലോങ് വീഡിയോയിൽ നിന്ന്. അപ്പൊ ഷോർട്സിൽ നിന്ന് എടുക്കില്ല എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഷോർട്സ് മാത്രം ചെയ്താൽ എത്ര വ്യൂസ് വേണം? നിങ്ങൾക്കറിയാം, 10 മില്യൺ ഷോർട്സ് വ്യൂസ്. അപ്പൊ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആവാൻ 2 ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആയാൽ മതി. ഒന്ന്, 1000 സബ്സ്ക്രൈബർ, 4000 വാച്ച് ടൈം. അതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞു. 4000 വാച്ച് ടൈം എങ്ങനെയാണ് കിട്ടുക, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ അത് നമുക്ക് ചെയ്യുന്നില്ല, നമ്മൾ ലോങ് വീഡിയോ ചെയ്യുന്നില്ല, ഷോർട്സ് ആണ് ചെയ്യുന്നതെങ്കിൽ ഒരു പ്രശ്നവും. നമുക്ക് 10 മില്യൺ ഷോർട്സ് വ്യൂസ് ലാസ്റ്റ് 3 മാസത്തിൽ 90 ദിവസത്തിൽ കിട്ടിയാൽ മതി. ഓക്കെ, അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഒരു കോൺഫിഡന്റ്. 10 മില്യൺ ഷോർട്സ് വ്യൂസ് കുഴപ്പമില്ല, ഒരുപാട് പേർക്ക് സിമ്പിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ക്രൈറ്റീരിയ വന്ന സമയത്തൊക്കെ എല്ലാവരും, ഞാനും സംശയിച്ചിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ ഈ ഒരു 10 മില്യൺ ഒക്കെ ഒരു 90 ദിവസത്തിൽ കിട്ടുമോ എന്നുള്ളത്. പക്ഷെ ഒരുപാട് പേര് 90 ദിവസത്തിനുള്ളിൽ 10 മില്യൺ ആയിട്ട് നമ്മുടെ കയ്യിൽ തന്നെ മോണിറ്റൈസേഷനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഇപ്പൊ എല്ലാവർക്കും കിട്ടുന്ന ഒരു ക്രൈറ്റീരിയ തന്നെയാണ്. അപ്പൊ ഒരു ന്യൂ യൂട്യൂബർ എന്ന നിലയിൽ എവിടെയാണ് നിങ്ങൾക്ക് ഇവിടെ പിഴക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നും നമ്മൾ ചാനലിന്റെ അനലിറ്റിക്സ് എടുത്ത് ചെക്ക് ചെയ്യും. ആദ്യം നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ നമ്മൾ എന്താണ്, ഷോർട്സ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് 1-2 ലോങ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ വാച്ച് ടൈമിനെ കുറിച്ച് ഇങ്ങനെ കേൾക്കും. അപ്പൊ നമ്മൾ അനലിറ്റിക്സിൽ എടുത്ത് നോക്കുമ്പോൾ ഉണ്ടാകും 6500 വാച്ച് ടൈം നമുക്കിങ്ങനെ കാണാൻ കഴിയും. പക്ഷെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലെ അത് കാണിക്കുന്നുണ്ടാവില്ല. അതെന്തുകൊണ്ട്? അതാദ്യം നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ അനലിറ്റിക്സ് എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് വാച്ച് ടൈം കാണിക്കുന്നുണ്ട്. എന്നുള്ള ക്രൈറ്റീരിയന്റെ അവിടെ അത് അപ്ഡേറ്റ് ആയിട്ടില്ല എങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാരണം, ഒന്ന്, ഷോർട്സിൽ നിന്ന് കിട്ടുന്ന വാച്ച് ടൈം കൂടി അനലിറ്റിക്സിൽ ഉണ്ട്. നിങ്ങൾ ലോങ്ങും ഷോർട്സും ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഷോർട്സിൻ്റെതും ലോങ്ങിൻ്റെതും കൂടി കൂട്ടിയിട്ടാണ് അവിടെ കാണിക്കുന്നത്. എന്നാൽ എന്നുള്ള ഭാഗത്ത് ആ 4000 വാച്ച് ടൈം എന്നുള്ള ഈ ഒരു ഗ്രാഫിൽ കാണിക്കൽ ലോങ് വീഡിയോയിലെ മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഷോർട്സിൻ്റെത് കാണിക്കില്ല. അപ്പൊ വലിയൊരു ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു വ്യത്യാസം വരുന്നത് എന്തുകൊണ്ടാണ്? ഷോർട്സ് നമുക്കൊരു 5 മില്യൺ 3 മില്യൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ ചിലപ്പോൾ ഒരു പക്ഷെ 4000 വാച്ച് ടൈം ഒക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിന്റെ വാച്ച് ടൈം അവിടെ എടുക്കില്ല. പകരം ഷോർട്സിന്റെ വാച്ച് ടൈം എടുക്കാതെ ഷോർട്സ് വ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെയാണ് എടുക്കുക. അപ്പൊ അത് ആദ്യം ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ മനസ്സിലാക്കുക. അനലിറ്റിക്സിൽ 4000 കംപ്ലീറ്റ് ആയിട്ട് കാര്യമില്ല. എന്നുള്ള ഭാഗത്താണ് കംപ്ലീറ്റ് ആകേണ്ടത് 4000 വാച്ച് ടൈം. അത് ഷോർട്സിൽ നിന്ന് കിട്ടുന്ന വ്യൂസിന്റെ വാച്ച് ടൈം എടുക്കൂല. ഇതിപ്പോ ഓക്കെ, സോൾവ് ആയി. അത് ഞങ്ങൾക്ക് അറിയാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ പലർക്കും
പറ്റുന്ന മറ്റൊരു മിസ്റ്റേക്കാണ്. അവരുടെ വീഡിയോയിൽ ഷോർട്സ് എടുത്ത് നോക്കുമ്പോൾ 12 മില്യൺ 15 മില്യൺ ഒക്കെ ആയിട്ടുണ്ട്. പലരും നമ്മളോട് ചോദിക്കാറുണ്ട്, അവര് ലിങ്ക് വരെ അയച്ചു തരും. ഇതെന്താണ്, ഞങ്ങൾക്ക് 15 മില്യൺ ആയിട്ടുണ്ടല്ലോ, പക്ഷെ ഷോർട്സ് വ്യൂസിന്റെ അവിടെ അങ്ങനെ വന്നിട്ടില്ല. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, ഷോർട്സ് ചെയ്യുമ്പോൾ നമുക്ക് വ്യൂസ് ഒരുപാട് കാണും. നിങ്ങൾ കാണുന്നുണ്ടാവും 5 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം വ്യൂസ് ഒക്കെ. പക്ഷെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയന്റെ ആ ഷോർട്സ് വ്യൂസിലേക്ക് ആ 10 ലക്ഷം എടുക്കില്ല. പകരം എൻഗേജ്ഡ് വ്യൂസ് എന്ന് പറഞ്ഞിട്ട് അതൊരു പക്ഷേ 5 ലക്ഷോ 6 ലക്ഷോ വ്യൂസ് ആയിരിക്കും ഉണ്ടാവുക. ഷോർട്സിന്റെ വ്യൂസ് 10 ലക്ഷം ഉണ്ടായിരിക്കും, പക്ഷെ അതിൽ നിന്ന് വെറും 6 ലക്ഷം മാത്രമേ ഷോർട്സ് വ്യൂസിലേക്ക് എടുക്കൂ. അതെന്തുകൊണ്ടാണ്? യൂട്യൂബിന്റെ റൂളാണ്, എല്ലാ വ്യൂസും ഷോർട്സിന്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലേക്ക് എടുക്കില്ല, പകരം എൻഗേജ്ഡ് വ്യൂസ്. അപ്പൊ ഈ ഒരു അപ്ഡേറ്റ് കുറച്ചായി വന്നിട്ട്, അപ്പൊ നമുക്ക് കിട്ടുന്ന ചെറിയ സെക്കൻഡുകൾ കണ്ടാൽ പോലും അത് വ്യൂ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും, വ്യൂ ആയിട്ട് കാണും. അപ്പൊ നമുക്ക് മറ്റുള്ളവർ കാണുമ്പോൾ നല്ല വ്യൂസ് ഉള്ള ചാനലാണല്ലോ എന്ന് കരുതാം. അതിനു വേണ്ടി മാത്രമാണ്. പക്ഷെ ഒരു ഇംപ്രഷൻ നമുക്ക് കിട്ടും, മറ്റുള്ളവരുടെ അടുത്ത് സബ്ബൊക്കെ ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. പക്ഷെ മോണിറ്റൈസേഷനിലേക്ക് അതെടുക്കില്ല, എൻഗേജ്ഡ് വ്യൂസ് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഷോർട്സ് മാത്രം ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നിന്നുള്ള വാച്ച് ടൈം എടുക്കില്ല, പകരം ഷോർട്സ് വ്യൂസ് മാത്രം ഈ ഒരു ഗ്രാഫിലേക്ക് എടുക്കും. പകരം മാത്രമല്ല, എൻഗേജ്ഡ് വ്യൂസ് മാത്രമാണ് എടുക്കുക, ടോട്ടൽ വ്യൂസ് എടുക്കില്ല. അപ്പൊ ഈ ഒരു കാര്യം കൂടി ക്ലിയർ ആയി. ഇതിൽ തന്നെ പലരും പറയാറുണ്ട്, ഞങ്ങൾക്ക് എൻഗേജ്ഡ് വ്യൂസും ഒരു 10 മില്യൺ ഉണ്ട്, എന്നിട്ടും അത് അവിടെ അപ്ഡേറ്റ് ആയിട്ടില്ല എന്നുള്ളത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അവിടെ ഒരു ഡേറ്റ് ഉണ്ടായിരിക്കും. നമുക്കൊരു ഡേറ്റ്, ഇത്ര വരെ ദിവസത്തിൻ്റെ അപ്ഡേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഒരു പക്ഷേ നിങ്ങൾക്ക് കഴിഞ്ഞൊരു 4 ദിവസത്തിനുള്ളിൽ ഒരു 10 മില്യൺ ഷോർട്സ് വ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പക്ഷേ നിങ്ങൾക്ക് 2 മില്യൺ ആയിരിക്കും കാണുന്നുണ്ടാവുക. അതെന്തുകൊണ്ടായിരിക്കും? അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റ് വരെ ഉള്ളത് മാത്രമേ അവിടെ അപ്ഡേറ്റ് ആയിട്ടുള്ളൂ എന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഒരു ഡേറ്റ്, ഈ ഒരു ഏൺ എന്നുള്ള ഭാഗത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കൃത്യമായിട്ട് യൂട്യൂബ് പറയുന്നുണ്ട്, ഈ ഒരു ഡേറ്റ് വരെ ഉള്ളത് മാത്രമേ ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുള്ളൂ. അപ്പൊ ഇനിയുള്ളത് അപ്ഡേറ്റ് ആവാനുണ്ട്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഈ നിങ്ങൾക്ക് വന്ന വ്യൂസ് ഒരു പക്ഷെ അവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പൊ ആ ഒരു ഡേറ്റ് അവിടെ ചേഞ്ച് ആവുന്ന സമയത്ത് അത് അപ്ഡേറ്റ് ആകും. അതും മനസ്സിലാക്കാം. ഇവിടെ മറ്റൊരു മിസ്റ്റേക്ക് പലർക്കും വരാറുണ്ട്, അങ്ങനെ അപ്ഡേറ്റ് ആകുമ്പോഴും വ്യത്യാസം കാണുന്നു എന്നുള്ളത്, കറക്റ്റ് വ്യൂസ് അല്ല വരുന്നത് എന്നുള്ളത്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, എപ്പോഴും അവിടെ ഒരാഴ്ചത്തേത് പുതിയതായിട്ട് അപ്ഡേറ്റ് ആകുമ്പോൾ ഒരാഴ്ചത്തേത് അവിടെ കുറയുകയും ചെയ്യും. അതായത് 90 ദിവസത്തെ ആണ് അവിടെ കാണിക്കുന്നത് ഗ്രാഫ് ഷോർട്സ് വ്യൂസ്. അപ്പൊ 90 ദിവസത്തേത് ഇപ്പൊ കാണിക്കുമ്പോൾ ഇപ്പൊ ഒരാഴ്ചത്തേത് കൂടി അങ്ങ് ആഡ് ചെയ്യും. ഇപ്പൊ നിങ്ങളുടെ 2 മില്യൺ കിട്ടിയതിലേക്ക് ഒരു 8 മില്യൺ കൂടി ആഡ് ആവാനുണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് 90 ദിവസത്തിൽ അവിടെ ഇതുവരെ 2 മില്യൺ ആയിരുന്നു. അപ്പൊ ഈ ഒരു 7 ദിവസത്തേത് കൂടി അങ്ങ് ആഡ് ചെയ്ത് തന്നു. അപ്പൊ 2 + 8 മില്യൺ, അപ്പൊ 10 മില്യൺ ആയി. പക്ഷെ കഴിഞ്ഞ 90 ദിവസത്തിൽ നിങ്ങൾക്ക് 2 മില്യൺ ആണെങ്കിൽ ഇപ്പൊ 7 ദിവസത്തും കൂടി ആഡ് ചെയ്തപ്പോൾ 97 ദിവസത്തേതാണ് അവിടെ ആഡ് ആയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ചത്തത് കുറക്കും. എപ്പോഴും അവിടെ 90 ദിവസത്തതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒരാഴ്ചത്തത് നിങ്ങളിലേക്ക് ആഡ് ചെയ്ത് തരുമ്പോൾ പഴയ ഒരാഴ്ചത്തേത് കുറക്കും. എപ്പോഴും ലൈവായിട്ട് പിറകിലേക്ക് 90 ദിവസത്തേത് അവിടെ കാണിക്കുള്ളൂ. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതിനോടുകൂടെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് വരുമാനം എങ്ങനെയാണ് എന്നുള്ളത്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നേരത്തെ ഷോർട്സിനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്, അല്ലെങ്കിൽ അവരെ അത് ചെയ്യാമെന്നാണ് നിങ്ങൾ വിചാരിച്ചത്. പക്ഷെ നിങ്ങൾക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആയാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കൊണ്ടുതരിക ലോങ് വീഡിയോ ആയിരിക്കും. അത് നിങ്ങൾക്ക് തന്നെ സ്വയം എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ഒരു ഷോർട്സിൽ നിന്ന് 1 ലക്ഷം വ്യൂസ് ഒക്കെ വളരെ ഈസി ആയിട്ട് കിട്ടുമെങ്കിലും അതിൽ വരുമാനം സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. യൂട്യൂബിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്സിന്റെ ഇടയിൽ വരുന്ന, അപ്പൊ നമ്മുടെ ഒരു ഷോർട്സ് കഴിഞ്ഞു അടുത്ത ഷോർട്സ് വന്നു പിന്നെയാണ് പരസ്യം വരുന്നതെങ്കിൽ പോലും നമുക്ക് അതിന്റെ ഒരു ചെറിയൊരു വരുമാനമാണ് കിട്ടുക. അപ്പൊ ആ ഒരു ചെറിയ വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ 2 കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കിട്ടുന്നത് ചെറിയ വരുമാനമാണ്, അതുപോലെ ചെറിയ വരുമാനമാണെങ്കിൽ പോലും റൂൾ വയലേഷൻ വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് വലിയ ആക്ഷൻ എടുക്കുമെന്നുള്ളതാണ്. ചെറിയ വരുമാനമാണെങ്കിലും നമുക്ക് നമ്മുടെ അതില് യൂട്യൂബ് വലിയൊരു സംഭവമായിട്ടാണ് കാണുക. എന്തെങ്കിലും റൂൾ വയലേഷൻ ഉണ്ടെങ്കിൽ
പലരും ഷോർട്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടേതല്ലാത്ത ചില കണ്ടന്റ് ഒക്കെ ഒന്ന് രണ്ടെണ്ണമൊക്കെ ചെയ്ത് നോക്കുമ്പോൾ യൂട്യൂബിൽ കുഴപ്പമൊന്നും കാണിക്കത്തില്ല. അപ്പൊ വിചാരിക്കും ആ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നുള്ളത്. പക്ഷെ യൂട്യൂബിന് അത് വളരെ സീരിയസ് ആയിട്ടുള്ളതാണ്. നമ്മളതിൽ അഡ്വർടൈസ്മെന്റ് വന്നില്ല എങ്കിൽ പോലും പിന്നീട് വന്ന ഷോർട്സിന്റെ ശേഷം അഡ്വർടൈസ്മെന്റ് വരുമ്പോൾ ചെറിയൊരു പൈസ നമുക്ക് തരുന്നുണ്ടെങ്കിൽ യൂട്യൂബ് അതിനുള്ള ആക്ഷനും എന്തെങ്കിലും റൂൾ വയലേഷൻ വന്ന അത് എടുക്കുന്നതാണ്. വരുമാനവുമായി ബന്ധപ്പെട്ടിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഷോർട്സിന് വളരെ അധികം കുറവാണ് അത് കിട്ടുന്നത് ലോങ് വീഡിയോ ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും നിങ്ങൾ ഷോർട്സ് കണ്ടന്റ് നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഷോർട്സ് കണ്ടന്റ് മാത്രം നല്ല രീതിയിൽ ചെയ്തിട്ട് വരുമാനം നേടുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അപ്ഡേറ്റ് ആവണം. നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു 20,000 30,000 വ്യൂസ് മാത്രം കിട്ടുന്നുണ്ടെങ്കിൽ അത് മതി എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മില്യൺസ്, ലക്ഷക്കണക്കിന് വ്യൂസ് ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റ് വർക്കൗട്ട് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോവാൻ. ഇപ്പൊ എന്തായാലും നിങ്ങളുടെ ചാനലൊക്കെ ഉയരങ്ങളിൽ എത്തട്ടെ. അപ്പൊ എന്തായാലും നിങ്ങൾ നല്ല രീതിയിലുള്ള ഷോർട്സുകൾ ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പൊ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.